വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട് പഴൂർ സെന്റ് ആന്റണീസ് ചർച്ചിലും ക്രിസ്മസ് ആഘോഷങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. 1953 സ്ഥാപിതമായ ദേവാലയമാണിത്. പാതുവായിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പുള്ള ദേവാലയം കൂടിയാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. അവിടെ ജയരാജ് ഉണ്ട്. ജയരാജ്, ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ. എന്തായാലും നമുക്ക് വയനാടിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ പ്രതീക്ഷയാണ് യേശുദേവന്റെ ജന്മദിനം, അല്ലെങ്കിൽ യേശുദേവന്റെ പിറന്നാൾ, അദ്ദേഹത്തിന്റെ തിരുപ്പിറവി. അപ്പോൾ വയനാട് എന്ന നാടിനും കൂടി ഒരു വലിയ പ്രതീക്ഷയാണ് ഈ ക്രിസ്മസ് രാവ് സമ്മാനിക്കാൻ പോകുന്നത്. ഒരു വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് അവിടെയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ എന്താണ് വയനാട്ടിലെ വിശേഷങ്ങൾ? അവിടുത്തെ ആഘോഷം, ക്രിസ്മസ് ആഘോഷം തകൃതിയായി നടക്കുകയാണോ? ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ എല്ലാ പള്ളികളിലും ഈ സമയങ്ങളിൽ പാതിര കുർബാനകളും മറ്റ് തിരുക്കർമ്മങ്ങളും ഒക്കെ നടക്കുകയാണ്. യേശുദേവൻ്റെ തിരുപ്പിറവി ദിനമാണ് ക്രിസ്മസ് ആഘോഷം. അതിൻ്റെ ഭാഗമായി എല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സെൻറ്റ് ആൻ്റണീസ്, അതായത് വയനാട് ജില്ലയിലെ പഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 60 വർഷം പഴക്കമുള്ള സെൻറ്റ് ആൻ്റണീസ് എന്ന് പറയുന്ന ചർച്ചിലാണ്. ഇവിടുത്തെ ഏതാണ്ട് 250ഓളം കുടുംബങ്ങളിൽ നിന്ന് 1500-ലധികം ഇടവകാംഗങ്ങളാണ് ഈ ഒരു ദേവാലയത്തിലുള്ളത്. എല്ലാവരും തന്നെ അതിൻ്റെ ആഘോഷവേളയിലാണ്. നമുക്കറിയാം, ഈ ഒരു വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം യേശുദേവൻ്റെ അല്ലെങ്കിൽ ജനനവുമായി ബന്ധപ്പെട്ട് 2025 വർഷം ജൂബിലി വർഷം എന്നാണ് പറയുന്നത്. അതുകൂടി ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പാതുവായിൽ നിന്നും കൊണ്ടുവന്ന സെൻറ്റ് ആൻ്റണീസിൻ്റെ തിരുശേഷിപ്പുള്ള ഒരു ദേവാലയം കൂടിയാണ് ഈ ഒരു പഴൂർ ദേവാലയം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടുത്തെ തിരുക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിലേക്ക് പോകാം. സർവേശനു സ്തുതിഗീതം പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനുശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ പ്രദർശിക്കാൻ വേണ്ടിയുള്ള പ്രദർശനമാണ്. അപ്പോൾ പുൽക്കൂട്ടിലേക്കുള്ള അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ളവര് നമ്മുടെ റോഡ് സൈഡിലേക്ക് മാറി വയ്ക്കുക. ഞങ്ങൾ നിൽക്കുന്നതിന്റെ അപ്പോൾ വയനാട്ടിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വയനാട്ടിലും എന്തായാലും യേശുദേവന്റെ തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പാണ്. അതിന് മുന്നോടിയുള്ള ചടങ്ങുകളാണ്, പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളുമാണ് പള്ളികളിൽ നടക്കുന്നത്. നമ്മൾ ഇനി നേരെ തിരുവനന്തപുരത്തേക്കാണ്, തലസ്ഥാനത്തേക്കാണ്. അവിടെ സാരംഗ് ഹാപ്പി ക്രിസ്മസ്. എന്തായാലും തലസ്ഥാന നഗരി എപ്പോഴും ആഘോഷങ്ങളിൽ മുൻപന്തിയിലാണ്. നമ്മൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി എവിടെ നോക്കിയാലും ലൈറ്റും കാഴ്ചകളും ക്രിസ്മസ് ട്രീകളും മാത്രമേ ഉള്ളൂ. ഈ നാട് പൂർണ്ണമായി അതിനുള്ള ആഘോഷത്തിലാണ്. തിരുപ്പിറവിക്കുള്ള കാത്തിരിപ്പാണ്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ ഒരു വൈബ്? എങ്ങനെയാണ്? നമ്മളെന്തായാലും ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ പോലും കേക്കൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എങ്ങനെയാണ് കാഴ്ചകളൊക്കെ അവിടെ നിന്ന്? തിരുവനന്തപുരത്തുള്ള വിശേഷം എന്താണ് സാരംഗ്? ഭവ്യ, മെറി ക്രിസ്മസ്. തിരുവനന്തപുരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വർണ്ണാഭമായ രീതിയിൽ തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തിരുവനന്തപുരം നഗരവും ചുറ്റുമെല്ലാം. കാരണം ഏതൊരു ആഘോഷം, അത് ഏത് ഓണമായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ആ സമയത്തെല്ലാം ഇത്തരത്തിലുള്ള വെളിച്ചം, അതായത് ദൃശ്യാലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു നഗരമായി മാറും പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം. അത്തരത്തിലൊരു രീതിയാണ്. അത് പള്ളികളുമായി മാത്രം ബന്ധപ്പെട്ടല്ല, എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു നഗരത്തിന്റെ പല ഭാഗങ്ങളിലടക്കം കൂടുതൽ ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ മറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ പതുക്കെ ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാളയം പള്ളിയിലാണ്. ഇവിടെ ഇപ്പോൾ ആഘോഷങ്ങൾ ആരംഭിക്കാൻ, ഒരു ലത്തീൻ പള്ളി ആയതുകൊണ്ട് തന്നെ 11:15 കൂടിയാണ് ഇവിടെ മറ്റ് ചടങ്ങുകളും മറ്റും ആരംഭിക്കുക. ആ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ, അതായത് തിരുവനന്തപുരത്ത് നിന്നും മറ്റുമുള്ള കൂടുതൽ വിശ്വാസികളും മറ്റും ഇവിടേക്ക് എത്തുന്നത്. ആ ഒരു സമയത്താണ്, അതായത് ശുശ്രൂഷ അടക്കം ആരംഭിക്കുന്നത് 11:30 കൂടിയാണ്. ഇപ്പോൾ വിശ്വാസികൾ എത്തിത്തുടങ്ങുന്നു. അതിനൊപ്പം തന്നെ എല്ലാവരും വലിയ ആവേശത്തിലാണ്. കാരണം ഈ ഒരു ആഘോഷം, അതായത് 25 ദിവസത്തെ നൊയമ്പും ഒപ്പം
ഒപ്പം ഈ ഒരു ക്രിസ്മസ് അവധി അടക്കം ആരംഭിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒരു അവധി അടക്കം വരുന്നതുകൊണ്ട് കുട്ടികളടക്കം പള്ളിയിൽ കൂടുതലായി എത്തിയിട്ടുണ്ട്. ഈ ഒരു നോയമ്പ് അവസാനിക്കുന്ന ദിവസമാണ്. ഈ ഒരു പള്ളിയിലെ ശുശ്രൂഷയും മറ്റും ഉണ്ണിയേശുവിടെ പിറവി അത്തരത്തിലൊരു വർഷത്തിലൊരിക്കലും ഉണ്ടാകുന്ന ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ വലിയൊരു ദിനമാണ് ഇന്ന്. വലിയൊരു ദിനവും ഒരു രാത്രിയുമാണ് എന്നുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം വീണ്ടും, അതായത് മറ്റു പള്ളികളുണ്ടെങ്കിലും ഇത്തരത്തിൽ വലിയ ആഘോഷങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛന്റെ പ്രതികരണം ഭവ്യ, നമുക്ക് നമ്മുടെ കൂടെ പള്ളിയുടെ എങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങുകൾ?